ഗുഡ് മോർണിംഗ് എവരിബഡി. മകര സംക്രാന്തി പൊങ്കൽ ആശംസകൾ ആദ്യമേ നേരട്ടെ. ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിച്ച ദൈവത്തെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. താങ്ക് യു. വിവിധ മേഖലയിലൂടെ കടന്നു പോകുന്ന നമ്മൾ ഓരോരുത്തരും ഏതൊക്കെ സെഗ്മെന്റിലാണോ ഇൻവോൾവ് ആയിട്ടുള്ളത് ആ സെഗ്മെന്റിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ എത്തിപ്പെട്ട പ്രൊഫഷൻ ഏതാണെങ്കിലും ആ പ്രൊഫഷനിൽ ഏറ്റവും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി പ്രയത്നിച്ച് മുന്നേറി പോകുമ്പോൾ വളർച്ചയും തളർച്ചയും എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകാം. ചെറുപ്പ കാലഘട്ടം എടുത്ത് പരിശോധിച്ചാലും, വിദ്യാഭ്യാസ കാലഘട്ടം എടുത്ത് പരിശോധിച്ചാലും, യുവത്വത്തിന്റെ കാലഘട്ടം എടുത്ത് പരിശോധിച്ചാലും, നമ്മുടെ ഓരോ ഘട്ടത്തിലും ആ ഘട്ടത്തിൽ നമ്മൾ ഇൻവോൾവ് ആയ മേഖലയിൽ ഉയർച്ചയും താഴ്ചയും എല്ലാം നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ ആൾക്കാരായി മാറിയിട്ടുള്ളത്. KFC പോലുള്ള ബ്രാൻഡുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ 67ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ സക്സസ് ജേണി സ്റ്റാർട്ട് ആവുന്നത്. ഒരുപക്ഷെ ഈ മീറ്റിംഗ് ഹാളിൽ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്കും സംസാരിക്കാൻ ഇതുപോലെ ധാരാളം വിജയ പരാജയ കഥകൾ ഉണ്ടാകാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് ഇന്നും വ്യക്തമായ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന, വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ വേണം. ആ ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അത് ഏറ്റെടുക്കാനും അത് പ്രയോജനപ്പെടുത്താനും അതിലൂടെ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനും നമുക്ക് ഇന്നും സാധ്യമാണ്. സോ NFTOS 2020 എന്ന പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട സാധ്യതകൾ, ആ സാധ്യതകളാണ് ഇന്നത്തെ ഈ സൂം പ്രോഗ്രാമിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും NFTOS 2020 എന്ന പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകതകളും അതിന്റെ സാധ്യതകളും നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു NFT ഇക്കോസിസ്റ്റമാണ്. വരുമാനം ഉണ്ടാക്കാനും റെഫർ ചെയ്യാനും ഗ്രോത്ത് ഉണ്ടാക്കാനും ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മോഡൽ നമ്മുടെ മുമ്പിലേക്ക് NFTOS 2020 അവതരിപ്പിക്കുകയാണ്. പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതിന്റെ കൃത്യമായ കാൽക്കുലേഷൻസും ആ കാൽക്കുലേഷൻസിന്റെ ഫ്യൂച്ചർ സാധ്യതകളും തിരിച്ചറിയുകയും ചെയ്താൽ തീർച്ചയായും ഈ സസ്റ്റൈനബിൾ മോഡലിന്റെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ ലൈഫിനെ സെറ്റാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇവിടെ സിസ്റ്റത്തിന് ഒരു ഫോക്കസ് ഉണ്ട്. സിസ്റ്റത്തിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് 7 ലക്ഷം NFTOSന്റെ ട്രേഡ് വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാവുന്ന ലക്ഷ്യമാണ്. 7 ലക്ഷം NFTOSന്റെ ട്രേഡ് വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. എങ്ങനെയാണ് 7 ലക്ഷം NFTOSന്റെ ട്രേഡ് ഒരു വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത്? അതെങ്ങനെ പോസിബിൾ ആണ്? 7 ലക്ഷം ഒരു ചെറിയ സംഖ്യയൊന്നുമല്ല, വളരെ വലിയൊരു സംഖ്യയാണ്. പക്ഷെ 7 ലക്ഷം എന്ന് പറയുന്ന വലിയ സംഖ്യയിലേക്ക് കണ്ണുവയ്ക്കാതെ അതെങ്ങനെ പോസിബിൾ ആകും? നമുക്കറിയാം, വലിയൊരു കടൽ പോലും, വലിയ സമുദ്രം പോലും മഹാനദികൾ എന്ന് പറയുന്നത് ചെറിയ ചെറിയ വാട്ടർ ഡ്രോപ്സിലൂടെ ഡെവലപ്പ് ചെയ്യപ്പെട്ടതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ, അതും വളരെ വേഗം അടുക്കുമ്പോൾ, നമ്മുടെ മുമ്പിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും സൊല്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് NFTOS 2020 നമ്മുടെ മുമ്പിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന സമയമാണ് അതിലേക്ക് നമ്മൾ നയിക്കാൻ പോകുന്നത്. 7 ലക്ഷം എന്ന എണ്ണത്തെ ഞാനത് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 70 NFTOS ട്രേഡ് ചെയ്യാൻ പറ്റുന്ന 10,000 വാലറ്റുകൾ ഉറപ്പായിട്ടും 7 ലക്ഷം NFTOSന്റെ ട്രേഡിൽ എത്തിക്കും. വെറും 70 NFTOS ട്രേഡ് ചെയ്യാൻ പറ്റുന്ന 10,000 വാലറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ മതി. 10,000 വാലറ്റോ? അതെങ്ങനെ ക്രിയേറ്റ് ആകും? ഒരു 100 പ്രൊമോട്ടിംഗ് ലീഡേഴ്സ്, ഒരു 100 ആക്റ്റീവ് ട്രേഡേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ, ഇതൊരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമാണ്. സ്വാഭാവികമായിട്ടും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ആശയം എത്തുക എന്നുള്ളതാണ് ഈ സിസ്റ്റത്തിന്റെ ദൗത്യം.
അത് NFT 2020 മാത്രമല്ല, ലോകത്തെ എല്ലാ ഇൻഡസ്ട്രിയും അത് തന്നെയാണ്. ഇന്നൊരു പുതിയ കാർ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ കാർ മാനുഫാക്ചറിംഗ് കമ്പനി ഫോക്കസ് ചെയ്യുന്നതും എൻഡ് യൂസേഴ്സിനെയാണ്, കൂടുതൽ വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. എത്ര സജീവമായി ആളുകളിലേക്ക് അത് എത്തിക്കാൻ പറ്റുമോ അത്രയും വേഗത്തിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ആ കാർ കമ്പനിയും ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഈ സിസ്റ്റത്തെ ഏറ്റെടുത്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന 100 ലീഡേഴ്സ്, 100 ആക്റ്റീവ് ട്രേഡേഴ്സിനെ കൊണ്ടുവന്നാൽ 100 ഗുണം 100 10,000 വാലറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. സിമ്പിൾ ആശയമാണ്. പക്ഷെ അതിന്റെ ഫോക്കസോട് കൂടി പ്രവർത്തിക്കുന്ന 100 ലീഡേഴ്സ് അതാരാണ്? ഞാനുണ്ടോ? ഈ മീറ്റിംഗ് ഹാളിൽ ഇരിക്കുന്ന 51 പേരും അതിൽപ്പെട്ടവരാണോ? അല്ല, നമ്മളൊന്നുമല്ല. വേറെ കുറെ ആളുകളായിരിക്കുമോ? അതറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇത് സംഭവിച്ചാൽ ഈ 10,000 വാലറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. അവിടെ 70 NFTOസിന്റെ ട്രേഡ് നടക്കുക എന്ന പ്രോസസ്സിലേക്ക് എങ്ങനെ കടന്നു വരാം? ഒരു ദിവസം ഒരു 10 NFTOസിന്റെ ട്രേഡ് നടന്നാൽ മതി. ഒരു ദിവസം 10 NFTOസിന്റെ ട്രേഡ് നടന്നാൽ മതി. സെയിം 7 പ്രാവശ്യം അതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെട്ടാൽ 70 ട്രേഡ് നടക്കുന്ന പ്രോസസ്സ് ഇത്രയും വാലറ്റിൽ നടക്കും. എങ്കിൽ 7 ലക്ഷം NFTOസിന്റെ ട്രേഡ് കംപ്ലീറ്റ് ആകും. 10 NFTOസ് ട്രേഡ് ചെയ്താൽ എന്താണ് NFTOസ് ട്രേഡ്? 10 NFTOസ് ട്രേഡ് ചെയ്താൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. വളരെ ചെറിയൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു $30 കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം $20 NFT യൂണിറ്റുകൾ വാങ്ങുക. ഓരോ 15 മിനിറ്റ് ഇടവേളയിലും നമുക്ക് വാങ്ങിക്കൊണ്ടിരിക്കാം. അതായത് ഞാനിപ്പോൾ $30 കൊടുത്ത് രജിസ്റ്റർ ചെയ്തു, $20 ഒരു NFT വാങ്ങി. വീണ്ടും ഞാൻ വാങ്ങാൻ ശ്രമിച്ചാൽ സിസ്റ്റം പറയും 15 മിനിറ്റ് കാത്തിരിക്കാൻ പറയും. 15 മിനിറ്റ് കഴിഞ്ഞാലോ? കറക്റ്റ് 15 മിനിറ്റ് കഴിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. 16ാമത്തെ മിനിറ്റിലോ 20ാമത്തെ മിനിറ്റിലോ അരമണിക്കൂർ കഴിഞ്ഞോ 1 മണിക്കൂർ കഴിഞ്ഞോ വാങ്ങാം. പക്ഷെ 15 മിനിറ്റ് കഴിഞ്ഞ് ഏത് സമയത്തും വാങ്ങാം. സോ 15 മിനിറ്റ് ഇടവേളകളിൽ $20 വിലയുള്ള NFTOs വാങ്ങുക. ഇതാണ് നമ്മുടെ ജോലി. ഇറ്റ്സ് എ ഈസി പ്രോസസ്. ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത പ്രോസസ്സാണ്. ഒരു അഡ്വക്കേറ്റ് എടുത്താലും, ഡോക്ടർ എടുത്താലും, എഞ്ചിനീയർ എടുത്താലും, പോലീസ് ഓഫീസേഴ്സ് എടുത്താലും, വീട്ടമ്മമാരെടുത്താലും, സ്റ്റുഡൻസ് എടുത്താലും, അധ്യാപകരെടുത്താലും, കൂലിപ്പണിക്കാരെടുത്താലും, ഒരു കച്ചവടക്കാരൻ, ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ഒരാളെടുത്താലും ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. 24 മണിക്കൂർ സമയത്തിനുള്ളിൽ 10 NFTOസിന്റെ ട്രേഡ് കംപ്ലീറ്റ് ചെയ്യുന്നു. $20 വിലയുള്ള NFTOs ഓരോ 15 മിനിറ്റിലും വാങ്ങിക്കൊണ്ടിരിക്കുക. ഇതാണ് 10 NFTOs ട്രേഡ് ചെയ്യാൻ വേണ്ടി ഒരാൾ ചെയ്യേണ്ട ആവശ്യം. ഇവിടെ എന്താണ് സിസ്റ്റത്തിൽ നടക്കുന്ന ആക്ടിവിറ്റി? ഒരു ബൈയും സെല്ലുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ വാങ്ങുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് വേറെ ആരുടെയോ NFT യൂണിറ്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ വാങ്ങൽ വേറെ ആളുടെ സെല്ലാണ്. നമ്മൾ കൊടുക്കുന്ന $20 നിന്ന് അവർക്ക് പ്രോഫിറ്റ് പോകുന്നുണ്ടാകും. പ്രോഫിറ്റ് 15%. പ്രോഫിറ്റ് 15%. $20 വിലയുള്ള യൂണിറ്റ് വാങ്ങിയിട്ട് $20 വിലയുള്ള വേറൊരു യൂണിറ്റ് വാങ്ങുമ്പോൾ, വേറെ ആൾ വാങ്ങുമ്പോൾ നമുക്ക് 15% പ്രോഫിറ്റ് ആവും. 20ൽ നിന്ന് 20, 15 ഇതെവിടെ നിന്ന്? കൺഫ്യൂഷനാണ്. പക്ഷെ ആ കൺഫ്യൂഷൻ ക്ലിയർ ആകണമെങ്കിൽ ഈ സിസ്റ്റം വെച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ഒന്ന് പഠിക്കണം. സോ എവറി ട്രേഡിൽ നിന്ന് 15% പ്രോഫിറ്റ് ഉണ്ട്. ഒരു ഓട്ടോമാറ്റിക് സെല്ലിംഗ് ഫീച്ചറാണ് സിസ്റ്റം വെച്ചിരിക്കുന്നത്. അതിന് പറ്റുന്ന ഒരു ബിൽറ്റിംഗ് മാർക്കറ്റ് പ്ലേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആക്ടിവിറ്റി വളരെ സിമ്പിൾ ആണ്, ഏതൊരാൾക്കും ചെയ്യാവുന്നതാണ്. അവിടെ നടക്കുന്ന ആക്ടിവിറ്റിയിലൂടെ 15% പ്രോഫിറ്റ് കിട്ടും. ഇത് മാർക്കറ്റിലേക്ക് കൊടുത്താൽ ഇന്ന് ആളുകൾ ധാരാളം ഇൻഡസ്ട്രിയുമായി കണക്ട് ചെയ്തുകൊണ്ട് എക്സ്ട്രാ ഇൻകം ഓപ്പർച്യൂണിറ്റി നേടുന്ന സമയമാണ്. എക്സ്ട്രാ ഇൻകം ഇല്ലാതെ മുന്നോട്ട് പോകാൻ ഒരു ഫാമിലിക്കും സാധിക്കാത്തൊരവസ്ഥയിലേക്കാണ് ഇന്ന് കാലം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രമാത്രം വിലക്കയറ്റം എല്ലാ മേഖലയിലും ഉണ്ട്. മറ്റുള്ള സമയത്തെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇന്ന് അല്പം ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. ഫാമിലി ആയിട്ട് ആഴ്ചയിൽ ഒരിക്കൽ പുറത്തു പോകണം, വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകണം, വിദേശ രാജ്യങ്ങളിലേക്ക് ഒന്ന് പോകണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇന്ന് സമൂഹത്തിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ഇൻകം ഓപ്പർച്യൂണിറ്റിയിലൂടെ അതെല്ലാം കംപ്ലീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. സോ എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ നിലവിലുള്ള ജോലി മാറ്റിവെച്ചുകൊണ്ട് തയ്യാറാവോ? ഇല്ല. അപ്പൊ നിലവിലുള്ള ജോലിക്ക് ഒപ്പം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ഫേസ്ബുക്കോ അല്ലെങ്കിൽ വാട്സപ്പോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ നോക്കുന്ന ലാഘവത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആശയം. അതാണ് NFTOs 2020 എന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ നടക്കുന്ന പ്രോസസ് ഇങ്ങനെയാണ്. $20 കൊടുത്തൊരു NFT നമ്മൾ വാങ്ങുന്നു. 15 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത NFT വാങ്ങുന്നു.
ഇവിടെ സിസ്റ്റം ചെയ്യുന്ന ജോലി, നമ്മൾ പർച്ചേസ് ചെയ്ത NFT ബേൺ ചെയ്യും. പർച്ചേസ് NFT is burnt and 2 NFT generator are on hold. അപ്പോ ഞാൻ A എന്നൊരു NFT വാങ്ങാൻ വേണ്ടി പോയിരുന്നു. ആദ്യം $30 കൊടുത്തു, A എന്ന NFT വാങ്ങി. എനിക്ക് A1 A2 എന്ന 2 NFTs തരും. ആ സമയത്ത് A എന്ന NFT ബേൺ ചെയ്ത് പോയിട്ടുണ്ടാകും. അപ്പൊ സിസ്റ്റത്തിലുള്ളത് ബേൺ ചെയ്തു, പകരം A1 A2 എന്ന 2 NFT എനിക്ക് തന്നു. പക്ഷെ അത് രണ്ടും ഹോൾഡിൽ വയ്ക്കത്തേ ഉള്ളൂ. 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അടുത്ത NFT വാങ്ങുമ്പോൾ, ഞാൻ വാങ്ങിയത് B എന്ന NFT ആണെങ്കിൽ ആ B എന്ന NFT ബേൺ ചെയ്യും, പകരം B1 B2 എന്ന NFT ക്രിയേറ്റ് ചെയ്ത് ഹോൾഡിൽ വയ്ക്കും. ആ സമയത്ത് A1 A2 എന്ന NFT ഫോർ സെയിൽ സ്റ്റാറ്റസിലേക്ക് മാറും. ഓട്ടോമാറ്റിക് ആയിട്ട് ഫോർ സെയിൽ സ്റ്റാറ്റസിലേക്ക് മാറും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഫോർ സെയിൽ പോകുന്നത് എപ്പോഴാണ്? നമ്മൾ B എന്ന NFT വാങ്ങിയപ്പോഴാണ്. ആ വാങ്ങിയ സമയം ഏതാണ്? ആ സമയത്താണ് നമ്മുടെ യൂണിറ്റ് ഫോർ സെയിലിലേക്ക് വന്നിരിക്കുന്നത്, ഫോർ സെയിൽ ക്യൂയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ക്യൂയിൽ ഇതിനു മുമ്പ് വന്ന യൂണിറ്റുകൾ ഉണ്ടാകാമല്ലോ. ആ ക്യൂയിൽ നിന്ന് ആദ്യത്തെ 5 എണ്ണമാണ് മാർക്കറ്റ് പ്ലേസിൽ എപ്പോഴും ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ വാങ്ങുന്നത് ആ 5 എണ്ണമാണ്. 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങുന്നു, അപ്പൊ തന്നെ അടുത്ത 5 എണ്ണം വരുന്നു. അങ്ങനെ 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 ക്യൂവിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. സെയിം ടൈം പുതിയ പുതിയ യൂണിറ്റ്സ് ക്യൂയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. സോ വളരെ കൃത്യമായ ഒരു മാർക്കറ്റ് പ്ലേസ് അവിടെ സിസ്റ്റം ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓൺ സെക്കൻഡ് ബൈ ഓഫ് $20 NFT, previous NFT are released and listed for sale as per time stamp seniority. ഈ ഒരു പോയിന്റ് ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ വളരെ ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് NFT 2020 നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. സോ ബൈ, സ്പ്ലിറ്റ്, ഏൺ, ഇതാണ് ഇവിടുത്തെ മോട്ടോ. സാധാരണ എല്ലാ സിസ്റ്റവും വാങ്ങുന്നു, വില കൂടാൻ വേണ്ടി കാത്തിരിക്കുന്നു, എന്നിട്ട് വിൽക്കുമ്പോൾ വേറെ ആൾ വാങ്ങിയിട്ട് പോകുമ്പോൾ പൈസ കിട്ടുന്നു. ഇവിടെ അല്ല, വാങ്ങുന്ന സമയത്ത് തന്നെ സ്പ്ലിറ്റ് നടന്ന് ഗ്രോത്ത് വന്നു കഴിഞ്ഞു. അടുത്ത യൂണിറ്റ് വാങ്ങുന്ന സമയത്തെ ഫോർ സെയിൽ ക്യൂയിലേക്ക് വരുന്നുള്ളൂ. വിറ്റ് പോകുമ്പോൾ 15% പ്രോഫിറ്റോടുകൂടി നമുക്ക് പേയ്മെന്റ് കിട്ടുമെന്നർത്ഥം. ആ 15% പ്രോഫിറ്റ് എന്ന് പറയുന്നത് $1.5 ആയിരിക്കും. അതെങ്ങനെ ശരിയാവാ? $20 കൊടുത്ത് വാങ്ങിയിട്ട് $1.5 എന്ന് പറയുമ്പോൾ 15% അല്ലല്ലോ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ $20 കൊടുത്ത് വാങ്ങിയ യൂണിറ്റ് അത് ബേൺ ചെയ്ത് കഴിഞ്ഞു. പകരം 2 യൂണിറ്റുകൾ നമുക്ക് തന്നു. ആ 2 യൂണിറ്റിന്റെ ബേസ് വാല്യൂ എത്രയാണ്? $10 എന്നായിരിക്കും. പക്ഷെ അത് ഫോർ സെയിൽ പോകുന്നത് $20 വിലക്കാണ്. അപ്പോൾ $20 കൊണ്ട് ഒരാൾ വാങ്ങുമ്പോൾ $10 ആ യൂണിറ്റിന്റെ ക്യാപിറ്റൽ എമൗണ്ട് ആണ്. ബാക്കി $10 ആണ് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ആ $10ന്റെ 15%, $1.5. അപ്പൊ 2 യൂണിറ്റുകൾ ഉള്ളത് കൊണ്ടും 2 യൂണിറ്റ് ഒരേ സമയം ഫോർ സെയിൽ പോകുന്നത് കൊണ്ടും തൊട്ടടുത്തായിട്ട് നമുക്കത് സെല്ല് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് വരും. സോ $20 ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് ടോട്ടൽ $23 നമുക്ക് തിരിച്ചു വരുന്നുണ്ടാകും. സോ $3 നമ്മുടെ പ്രോഫിറ്റ് ആണ്. ഈ പ്രോഫിറ്റ് നമുക്ക് വിഡ്രോ ചെയ്യാം. ക്യാപിറ്റലായി $20 ഉപയോഗിച്ച് അടുത്ത NFT നമ്മൾ വീണ്ടും വാങ്ങണം. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? നമ്മുടെ യൂണിറ്റ് സെല്ല് ചെയ്തു, നമുക്ക് പേയ്മെന്റ് കിട്ടിയാൽ അപ്പൊ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന NFT നമ്മൾ വാങ്ങപ്പെടുകയാണ്. സിസ്റ്റത്തിന് ഒരു കണ്ടിന്യൂറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളെ നമുക്ക് സിസ്റ്റം കോർത്തിണക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഒരു 5 ലെവൽ കമ്മീഷൻ വെച്ചിട്ടുണ്ട്. ഓരോ NFT വാങ്ങുമ്പോഴും ഒരു $1.5 പ്രോഫിറ്റ് തരുന്നത് നമ്മൾ കണ്ടു. വീണ്ടും ഒരു $1.5 ഉപയോഗിച്ച് 5 ലെവൽ ഇൻകം തരുന്നുണ്ട്. 0.5, 0.3, 0.3, 0.2, 0.2, 53322 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എളുപ്പത്തിൽ ഓർമ്മയിൽ വെക്കാൻ വേണ്ടിയിട്ട് 53322. $0.5 ഫസ്റ്റ് ലെവലിൽ, $0.3 സെക്കൻഡ് ലെവലിൽ, $0.3 തേർഡ് ലെവലിൽ, $0.2 ഫോർത്ത് ലെവലിൽ, $0.2 ഫിഫ്ത്ത് ലെവലിൽ. ഇത് കിട്ടാൻ നമ്മൾ 5 ഡയറക്റ്റ് റെഫറൽ ചെയ്തിട്ടുണ്ടാകണം. ഒരു റെഫറലിന് ഒരു ലെവൽ എന്ന രൂപത്തിലാണ് സിസ്റ്റം വെച്ചിരിക്കുന്നത്. അതുകൂടാതെ $30 ആക്ടിവേഷൻ നടക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തും ഈ 5 ലെവലിൽ ഓരോ ഡോളർ ഇൻകം ഉണ്ട്. ഇവിടെ വളരെ ബ്രില്യൻ്റ് ആയ 2 കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. ഒന്ന്, ഒരാളെ ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ പരിചയപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹം $30 കൊടുക്കുന്ന സമയത്ത് തന്നെ $1 ലഭിക്കുന്നു. ആ $30 ബേസ് ചെയ്ത് ഒരു $120 എന്നൊരു ഇൻകം ലിമിറ്റും സിസ്റ്റത്തിലുണ്ട്. ഈ $120 എത്തിക്കഴിയുമ്പോൾ വീണ്ടും $30 നമ്മൾ കൊടുക്കണം. സോ ഒരാളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് $30 നിന്ന് ഒരു പ്രാവശ്യം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ എത്രമാത്രം ലാഭം അദ്ദേഹം എടുക്കുന്നുണ്ടോ ഓരോ $120 അനുസരിച്ച് $30 അദ്ദേഹം ബൈ ചെയ്തുകൊണ്ടേയിരിക്കും. ആ സമയത്തെല്ലാം
$1 നമുക്കൊരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. രണ്ടാമത്, ഓരോ NFTOസും അദ്ദേഹം വാങ്ങുമ്പോൾ $0.5 നമ്മൾ ഫസ്റ്റ് ലെവലിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് ഒരു പ്രാവശ്യമല്ല, സെല്ല് ചെയ്ത് പ്രോഫിറ്റ് വിഡ്രോ ചെയ്താൽ ക്യാപിറ്റൽ കൊണ്ട് വീണ്ടും റീപേ ചെയ്യുന്നുണ്ട്. ആ സമയത്തും ഈ $1 നമുക്ക് ലഭിക്കും. സോ ഒരു ഇൻവൈറ്റ് ചെയ്തു വരുന്ന ഒരു ട്രേഡർ വേറെ ഏത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ പോകുന്നത് പോലെ അദ്ദേഹത്തിന്റെ ലൈഫ് ടൈമിൽ അദ്ദേഹം ഈ ട്രേഡിങ്ങിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ആ സമയത്തെല്ലാം സ്പോൺസർക്ക് വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. അത് ഒരു ലെവലിൽ നിന്നാണോ? അല്ല, 5 ലെവലിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിനാകെ ചെയ്യേണ്ടത് 5 ഡയറക്റ്റ് റഫറൽ നമ്മൾ പൂർത്തീകരിച്ചാൽ മതി. ഇവിടെ $30 ആക്ടിവേഷനിൽ വേറൊരു അട്രാക്ഷൻ കൂടെ ഉണ്ട്. ഒരു ബേണിംഗ് പ്രോസസ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. എന്താണ് ബേണിംഗ് പ്രോസസ് അറിയാമോ? നമ്മൾ $30 കൊടുക്കുന്ന സെക്കൻഡിൽ തന്നെ ക്യൂവിലുള്ള ഏറ്റവും ആദ്യത്തെ 2 യൂണിറ്റുകൾ സിസ്റ്റം ബൈബാക്ക് ചെയ്യും. അത് ബേൺ ചെയ്ത് കളയും, പെർമനന്റ് ആയിട്ട് ബേൺ ചെയ്ത് കളയും. അപ്പൊ ഒരു 10,000 പുതിയ വാലറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ സൂചിപ്പിച്ചു, സിസ്റ്റത്തിന്റെ ഫോക്കസിനെ കുറിച്ച് സൂചിപ്പിച്ചു. 10,000 പുതിയ വാലറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ $30 കൊണ്ട് ഈ 10,000 വാലറ്റിന് ബൈ ചെയ്യപ്പെടും. സോ 20,000 NFTOs പെർമനന്റ്ലി സിസ്റ്റത്തിൽ നിന്ന് ബേൺ ആയി. പക്ഷെ 20,000 NFT ഹോൾഡേഴ്സിന് അവരുടെ പ്രോഫിറ്റും ക്യാപിറ്റലും വന്നു. അതിൽ പ്രോഫിറ്റ് വിഡ്രോ ചെയ്തു, ക്യാപിറ്റൽ ഉപയോഗിച്ച് വീണ്ടും യൂണിറ്റുകൾ വാങ്ങുകയാണ്. ഒരു കണ്ടിന്യൂറ്റി അവിടെ കാണാൻ പറ്റും. കഴിഞ്ഞില്ല, ഈ 10,000 വാലറ്റിൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ NFT വാങ്ങുന്നു, ആ NFTയും ബേൺ ആയി. പകരം കിട്ടിയ 2 NFT ഹോൾഡിൽ നിൽക്കുകയാണ്. സോ 30,000 NFTs ബേൺ ചെയ്തു, പക്ഷെ ഒന്നും മാർക്കറ്റിലേക്ക് പുതുതായിട്ട് വന്നിട്ടില്ല. വീണ്ടും രണ്ടാമത്തെ NFT വാങ്ങുമ്പോഴാണ് അപ്പൊ 40,000 NFTs ബേൺ ആയി. അപ്പോഴാണ് 20,000 NFT മാർക്കറ്റിലേക്ക് ഓപ്പൺ ആയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 40,000 NFTs ബേൺ ആവുന്ന സമയത്ത് 20,000 NFTs മാർക്കറ്റിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഈ ക്യൂ വളരെ കൃത്യമായി മാനേജ് ചെയ്യാൻ ഈ ലോജിക്കിന് സഹായിക്കും. ഈ ലോജിക്ക് സംതിങ് ഡിഫറെന്റ് ആണ്. ഇതുവരെ മാർക്കറ്റിൽ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലും പരീക്ഷിക്കാത്ത ഒരു ലോജിക്. ആ ലോജിക്ക് സക്സസ്ഫുൾ ആയി മാറുന്ന ഒരു പ്രോസസ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വലിയ താമസമില്ലാതെ തന്നെ വളരെ സ്പീഡിൽ ഈ പ്ലാറ്റ്ഫോം പോകുന്നത് നിലവിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ സുഹൃത്തുക്കൾ ഈ ആശയത്തിന്റെ ഡെപ്ത് മനസ്സിലാക്കി കടന്നു വരാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഈ സിസ്റ്റത്തിലൂടെ വലിയ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. 5 ലെവൽ കമ്മീഷൻ കൂടാതെ ആക്റ്റീവായി ട്രേഡ് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഒരു ട്രേഡർ പൂൾ ഷെയർ സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഒരു ദിവസം 10 NFTs ബൈ ചെയ്യുക. ഒരു ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് GMT ടൈം ആണെങ്കിൽ രാത്രി 12 മണി മുതൽ ആ പിറ്റേ ദിവസം രാത്രി, അതായത് ഏർലി മോർണിംഗ് 12 മണി മുതൽ അന്ന് രാത്രി കംപ്ലീറ്റ് ചെയ്യുന്ന 11:59 വരെ. ഇന്ത്യൻ ടൈം പറയുകയാണെങ്കിൽ 5:29 AM. ആ സമയത്ത് അത് കട്ട് ഓഫ് ആവും. ഈ സമയത്തിനുള്ളിൽ 10 NFTs ബൈ ചെയ്താൽ മതി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു 10 NFTs ബൈ ചെയ്താലുള്ള ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പൊ നമ്മൾ ഓരോ 15 മിനിറ്റിലും 10 NFTs ഓരോ NFTs വാങ്ങുന്നു. 10 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് നമുക്ക് കിട്ടി. ആ പോയിന്റിന് ഒരു മിനിമം ഗ്യാരണ്ടീഡ് സംഖ്യയുണ്ട്, $1.5, $15. കാരണം ഓരോ NFTയിൽ നിന്നും $1.5 ആണ് മാറ്റിവെക്കുന്നത്. സോ 10 NFTs ബൈ ചെയ്യപ്പെടുമ്പോൾ മിനിമം $15 അതിന് വാല്യൂ ഉണ്ട്. പക്ഷേ ഈ അടുത്ത ദിവസമൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ $18, $19, $20, $23, $25 ഒക്കെയാണ് ഒരു ട്രേഡർ പൂൾ ഷെയർ ആയിട്ട് ആളുകൾ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഏകദേശം 12 മണിയോട് അടുക്കുന്ന സമയമാണ്. 12 മണിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇന്നലെ ട്രേഡ് ചെയ്ത എല്ലാവർക്കും ഇന്ന് രാവിലെ 5:29 കട്ട് ഓഫ് ആയി. അവർക്ക് കിട്ടേണ്ട പൂൾ ഷെയർ, ട്രേഡർ പൂൾ ഷെയർ ഇപ്പൊ 12 മണിക്ക് അവർക്ക് വിഡ്രോ ചെയ്തെടുക്കാം. ഈ മീറ്റിംഗ് നടക്കുന്ന സമയത്തും അവർക്ക് വിഡ്രോ ചെയ്തെടുക്കാം. എല്ലാ ഇൻകവും വളരെ കൃത്യമായിട്ട് നമുക്ക് USDT രൂപത്തിൽ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാം. നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും USDT-യിലാണ്, നമുക്ക് ഇൻകം ആയിട്ട് വരുന്നതും USDT-യിലാണ്. ഇത് കൂടാതെ നമുക്ക് ഒരു ലീഡർഷിപ്പ് പൂൾ ഷെയർ ഉണ്ട്. അത് നമ്മൾ ട്രേഡേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ഇൻകമാണ്, ലീഡേഴ്സിന് കൊടുക്കുന്ന ഇൻകമാണ്. അതിലൊരു പോയിന്റ് നേടാൻ വേണ്ടി നമ്മുടെ ഫസ്റ്റ് ലെവലിൽ 20 NFTs ട്രേഡ് നടന്നാൽ മതി. അതും എപ്പോഴാണ് നടക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ ടൈം പീരീഡിലാണ് നടക്കുന്നത്, 24 മണിക്കൂറിൽ. അതിന്റെ പേയ്മെന്റും ഉച്ചയ്ക്ക് 12 മണിക്ക് വിഡ്രോ ചെയ്യാം. അവിടെയും ഒരു NFTയിൽ നിന്ന് $1.5 മാറ്റി വെക്കുന്നുണ്ട്. സോ 20 NFTs ഉള്ളത് കൊണ്ട് $30 മിനിമം ഗ്യാരണ്ടി ഉണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിലെല്ലാം പിന്നെ $42 ഉണ്ട്. കഴിഞ്ഞ ദിവസം $43 ഉണ്ടായിരുന്നു, $50, $55 വരെ ദിവസങ്ങളുണ്ട്. സോ ഓരോ സമയത്തും വളരെ കൃത്യമായി ലീഡർഷിപ്പ് പൂൾ ഷെയർ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. മിനിമം വാല്യൂ $30 ലീഡർഷിപ്പ് പൂളിൽ നമുക്ക് പറയാം. ഇത് കൂടാതെയാണ് ഫ്യൂൽ പൂൾ ഷെയർ ഉള്ളത്. സോ ഫ്യൂൽ പൂൾ ഷെയർ
അത് മിനിമം ഗ്യാരണ്ടി $10 ഇത് നമുക്ക് ലഭിക്കുന്നത് ആക്ടിവേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ ഈ 3 ഇൻകവും ലെവൽ ഇൻകവും എല്ലാം കണക്കൂട്ടി നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോപ്പ് കാണാൻ സാധിക്കുന്നത് ഈ ഫ്യൂൽ പൂൾ ഷെയറിലാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ $30 ആക്ടിവേഷൻ അത് 24 മണിക്കൂറിനുള്ളിൽ ചെയ്യുന്ന ഒരു ലീഡർക്ക് മാത്രമേ ഫ്യൂൽ പൂൾ ഷെയർ കിട്ടൂ, പോയിന്റ് കിട്ടൂ. പക്ഷെ ആക്ടിവേഷൻ ഇഷ്ടംപോലെ സിസ്റ്റത്തിൽ നടക്കും. സിസ്റ്റം സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ തുടങ്ങുന്നതോടുകൂടി ലോകത്തിന്റെ വിവിധ മേഖലയിൽ ഈ സിസ്റ്റത്തിലെ ഭാഗമായിട്ട് മാറുന്ന $30 ആക്ടിവേഷൻ ഇഷ്ടംപോലെ നടക്കും. അതുപോലെ തന്നെ $120 ലിമിറ്റ് എത്തിയാൽ ലിമിറ്റ് കൂട്ടാൻ വേണ്ടി $30 റീബൈയും ഇഷ്ടംപോലെ നടക്കും. ഓരോന്നിൽ നിന്നും $2 മാറ്റിവെച്ചിട്ടാണ് പൂൾ ഫണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ 5 ആക്ടിവേഷനിലൂടെ $2 എന്ന് പറയുമ്പോൾ $10, അതാണ് മിനിമം ഗ്യാരണ്ടി. പക്ഷെ പോയിന്റ് കിട്ടുന്ന ആർക്കാണ്? ഡയറക്ട് റെഫറൽ ഫസ്റ്റ് ലെവലിൽ 5 ആക്ടിവേഷൻ പൂർത്തീകരിക്കുന്നവർക്ക് മാത്രമേ പോയിന്റ് കിട്ടൂ. സോ ആരാണോ 24 മണിക്കൂറിൽ ആ ഒരു പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യുന്നവർ, അവർ മാത്രമേ പോയിന്റ് നേടുന്ന ആൾക്കാരുണ്ടാകൂ. സോ വളരെ കുറച്ച് പോയിന്റും കൂടുതൽ ഫണ്ടും വരാനുള്ള പോസിബിലിറ്റി ഈ സിസ്റ്റത്തിന്റെ സ്മൂത്ത് റണ്ണിങ് സിറ്റുവേഷനിൽ ഞാൻ നോക്കി കാണുന്നുണ്ട്. സോ ഫ്യൂൽ പൂൾ ഷെയർ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. അവിടെയും മിനിമം $10 ഉണ്ട്. ഇന്ന് $26 ഫ്യൂൽ പൂൾ ഷെയർ ആയിട്ട് ഇന്നലെ ഞാൻ കണ്ടത്. സോ വളരെ കൃത്യമാണ് സിസ്റ്റത്തിന്റെ പ്രോസസ്. ഈ 3 പൂൾ ഷെയറും ഉച്ചയ്ക്ക് 12 മണിയാവുമ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഏർലി മോർണിംഗ് ഇന്ത്യൻ ടൈം പറയുകയാണെങ്കിൽ 5:29 കട്ട് ഓഫ് ആകുന്നു. ഉച്ചയ്ക്ക് 12 മണിയാവുമ്പോൾ അത് വിഡ്രോ ചെയ്യുന്നു. സോ വളരെ സിമ്പിൾ ആണ്. സിസ്റ്റത്തിന്റെ എല്ലാ കാര്യങ്ങളും സെക്യൂർ ആയിട്ടുള്ള, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട്, സ്മാർട്ട് കോൺട്രാക്ട് ആണ് സിസ്റ്റത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റിയൽ ടൈം ഡേറ്റ നമുക്ക് ബ്ലോക്ക് ചെയിനിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ സാധിക്കും. പാസീവ് ഇൻകം ഓപ്പർച്യൂണിറ്റി, സ്കെയിലബിൾ ഗ്രോത്ത്, കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ടുള്ള ഒരു ലോ റിസ്ക് ഹൈ റിവാർഡ് തരുന്ന വളരെ പെക്യൂലർ ആയിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, അതാണ് NFTOS 2020 എന്ന പ്ലാറ്റ്ഫോം. സോ സ്റ്റാർട്ട് റെഫറിംഗ് ആൻഡ് ഗ്രോ വിത്തൗട്ട് എനി ലിമിറ്റ്സ്. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ പാസീവ് ഇൻകം, ഹ്യൂജ് ഇൻകം ഓപ്പർച്യൂണിറ്റി ഫോർ നെറ്റ്വർക്കേഴ്സ്. NFTOS2020.com. ഒരു ഡിസ്ക്ലൈമർ ഞാൻ സൂചിപ്പിക്കുകയാണ്. NFTOS 2020 എന്ന് പറയുന്നത് ഒരു 100% റവന്യൂ ജനറേഷൻ മോഡ്യൂൾ ആണ്. Profit are shared to members are trading profit, level income, trader pool income, leadership pool income, and fuel pool income. So, NFTOS2020.com എന്ന വെബ്സൈറ്റിലൂടെ ഈ സംസാരിച്ച ഓരോ പോയിന്റുകളും വളരെ കൃത്യമായി മനസ്സിലാക്കുക. ആരാണോ ഈ മീറ്റിംഗ് ഹോളിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്നത്, അദ്ദേഹവുമായിട്ട് കൂടിയിരുന്ന് ഈ സിസ്റ്റത്തിന്റെ യഥാർത്ഥ സാധ്യത മനസ്സിലാക്കി ഇന്ന് തന്നെ ഫ്യൂൽ പൂൾ പോയിന്റും ട്രേഡർ പൂൾ പോയിന്റും ലീഡർഷിപ്പ് പൂൾ പോയിന്റും വാങ്ങുന്ന രൂപത്തിലേക്ക് ഈ ബിസിനസ്സിനെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് 12 മണിയാവുമ്പോൾ നിങ്ങൾ വാങ്ങുന്ന വരുമാനം 3 ഫ്യൂൽ പൂൾ വരുമാനം ഉണ്ടാകും, ലെവൽ ഇൻകവും ഉണ്ടാകും. സോ വിശ്വസിക്കാനും പ്രവർത്തിക്കാനും ഏറ്റെടുക്കാനും ഈ സിസ്റ്റത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനും ഈ സിസ്റ്റത്തിന്റെ റിയൽ പൊട്ടൻഷ്യലായി ഫോക്കസ് ചെയ്യപ്പെടുന്ന 7 ലക്ഷം NFTOSിലേക്ക് വളരെ വേഗത്തിൽ അടുക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ടൂളായി NFTOS 2020യെ ലൈഫിന്റെ പാർട്ടായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ എല്ലാവരും മുന്നോട്ട് വരിക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. ഹാവ് എ nice day. Thank you, Majid sir. Majid sir, audible ആണോ? വെൽക്കം. Fine. So, general ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ കുറെ മെസ്സേജസ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പം ഇത് NFTs എങ്ങനെയാണ് ബൈ ചെയ്തത്, കമ്മീഷൻസ് എവിടെ കിട്ടുക, അതൊക്കെ ഞാൻ ഒന്ന് സ്ക്രീനിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. Thank you, sir. Thank you. Sir, screen visible അല്ലേ? വിസിബിൾ ആണ്. Yes, visible ആണ്. Visible. Okay, sir. Fine. Thank you. Okay, fine. So ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ്. സോ മജീദ് സാർ പറഞ്ഞ പോലെ NFTOS 2020 അപ്ഗ്രേഡിന്റെ ശേഷം വളരെ സിസ്റ്റം വളരെ സസ്റ്റൈനബിൾ ആണ്. ബിക്കോസ് എന്താന്ന് പറയുകയാണെങ്കിൽ ഒരു വ്യക്തി അവിടെ ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റും രണ്ടും എടുത്ത് പോകാൻ പറ്റില്ല. ക്യാപിറ്റൽ ഇവിടെ സിസ്റ്റമിൽ ലോക്കാണ്. പ്രോഫിറ്റ്സ് അവർക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണെന്ന് പറയുകയാണെങ്കിൽ ഒരു സിസ്റ്റമിൽ ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും. ആക്ച്വലി ഒരു ഫണ്ട് ഫ്ലോ, ഒരു നോർമലൈസ്ഡ് ആയിട്ടുള്ള ഫണ്ട് ഫ്ലോ ആണ് സിസ്റ്റമിൽ ഉണ്ടാവുക. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് പറയുകയാണെങ്കിൽ
ആദ്യത്തെ പോലെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വാലറ്റിലേക്ക് ഫണ്ട് വരില്ല. നിങ്ങൾക്ക് ഇവിടെ ക്യാപിറ്റൽ ബാലൻസ് ആയിട്ട് ഇപ്പൊ നിങ്ങൾ NFT സെൽ ഔട്ട് ആയാൽ, നിങ്ങൾ ഒരു NFT വാങ്ങിയാൽ നിങ്ങൾക്ക് 2 NFT ആയിട്ട് അത് കൺവേർട്ട് ആവും. ആ ഓരോ NFT സെൽ ഔട്ട് ആവുമ്പോൾ ഇവിടെ ക്യാപിറ്റൽ ബാലൻസ് $10 ക്രെഡിറ്റ് ആവും. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഇൻകം വന്ന് പറഞ്ഞിട്ട് ഒരു $1.5 ക്രെഡിറ്റ് ആവും. അപ്പൊ നിങ്ങൾ 2 NFT സെൽ ആയാൽ നിങ്ങളുടെ ക്യാപിറ്റൽ ബാലൻസിൽ $20 ഉണ്ടാവും. ഇൻകം ടൈപ്പ് 1 എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു $3 ഉണ്ടാവും. സോ അങ്ങനത്തെ അമൗണ്ട്സ് നിങ്ങൾക്ക് ഈ ക്യാപിറ്റൽ എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഈ ക്യാപിറ്റൽ ബാലൻസ് വെച്ചിട്ട് നിങ്ങൾ NFTs തിരിച്ച് ബൈ ചെയ്യണം, റൈറ്റ്? സോ എല്ലാ അക്കൗണ്ടിലും ഇപ്പൊ എന്റെ ഒരു അക്കൗണ്ടിൽ $60 ഉണ്ട്. ഈ $60 ഉണ്ട്. അപ്പം എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് ഒരു NFT എനിക്ക് ഇമ്മീഡിയറ്റ്ലി എനിക്ക് ബൈ ചെയ്യാൻ പറ്റും. സോ ഞാൻ NFT പോകുന്നു. ഞാൻ ഒരു NFT ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു മിനിറ്റ്, അതിന്റെ മുന്നേ എന്റെ വാലറ്റ് ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. റൈറ്റ്, എന്റെ വാലറ്റിൽ $12 ആണ് ഉള്ളത്. എന്റെ ക്യാപിറ്റൽ ബാലൻസിൽ $60 ഉണ്ട്. അപ്പം എനിക്ക് ഈ $60 വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഈ $60 വെച്ച് എനിക്ക് NFTs ഞാൻ തിരിച്ചു വാങ്ങണം. അപ്പം ഞാൻ സിസ്റ്റമിലുള്ള ഒരു NFT ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പം NFT ബൈ ആയി. ഇവിടെ കണ്ടില്ലേ, $20 കൂടെ മൈനസായി. $20 കൂടെ മൈനസായി. എന്റെ വാലറ്റ് ബാലൻസ് അങ്ങനെ തന്നെ ഉണ്ട്. സോ ഈ നെക്സ്റ്റ് എനിക്ക് NFT വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 15 മിനിറ്റ്സ് പോലും ഞാൻ വെയിറ്റ് ചെയ്യണം. 15 മിനിറ്റ്സ് കഴിഞ്ഞാൽ അടുത്ത NFT എനിക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു സിസ്റ്റമിൽ ഞാൻ പല ആൾക്കാരും ക്യാപിറ്റൽ ബാലൻസിൽ 100, 120, 140 വെച്ചിട്ടും ആൾക്കാർ NFTs വാങ്ങാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ അത് വാങ്ങണമെങ്കിൽ ഫസ്റ്റ് ഒരു $30 ആക്ടിവേഷൻ മസ്റ്റ് ആയിട്ട് ചെയ്യണം. ഈ $30 ആക്ടിവേഷൻ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സ് മജീദ് സർ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ക്യാപിറ്റൽ ബാലൻസ് നിങ്ങൾക്ക് ഷോ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ക്യാപിറ്റൽ ബാലൻസ് വെച്ച് നിങ്ങൾ ഈ NFT വാങ്ങുമ്പം നിങ്ങൾക്ക് സീനിയോറിറ്റി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ട്രേഡർ പൂൾ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് $200 വരെ നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡർ പൂൾ ഇൻകം കിട്ടും. പക്ഷേ പ്രശ്നം എന്താന്ന് പറയുകയാണെങ്കിൽ അത്രയും ദിവസത്തെ സീനിയോറിറ്റി നിങ്ങൾ മിസ് ഔട്ട് ചെയ്യും. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറയുകയാണെങ്കിൽ ഇതൊരു കമ്മ്യൂണിറ്റി ഡ്രിവൺ സിസ്റ്റമാണ്. കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ എത്രമാത്രം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സും കിട്ടിക്കൊണ്ട് നടക്കും ആക്ച്വലി, റൈറ്റ്? സോ $30 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് $120 ഒരു ഇൻകം ലിമിറ്റ് കിട്ടും. അപ്പം NFT ഒക്കെ ക്ലെയിം ചെയ്ത് വേറെ ഇൻകംസ് ഞാൻ ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്താണെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഇൻകം ലിമിറ്റിൽ നിന്ന് മൈനസ് ആവും. സോ ഈ ഇൻകം ലിമിറ്റ് 0 ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിഡ്രോവൽസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ എല്ലാ ഇൻകമും ഹോൾഡിലുണ്ടാവും. നിങ്ങൾ പിന്നും $30 ചെയ്ത് കഴിഞ്ഞാൽ പിന്നും നിങ്ങൾക്ക് വിഡ്രോവൽസ് എടുക്കാൻ പറ്റും. വേറൊരു ഐഡിയയിൽ പൂൾ ഇൻകം ഉണ്ട്, അത് വിഡ്രോ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ ഐഡിയയിൽ എല്ലാം ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഇന്നലെ എനിക്കൊരു റിവാർഡ് പൂൾ ഇൻകം ഉണ്ട്. അത് ആക്ച്വലി 12 മണിക്ക് ശേഷം
ആണ് അത് വിഡ്രോ ചെയ്യാൻ പറ്റാം. സോ ഞാനത് ക്ലെയിം നൗ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബ്ലോക്ക് ചെയിനും ആ എമൗണ്ട് എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. എല്ലാ കമ്മീഷൻസും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. പക്ഷെ പൂൾ 1, പൂൾ 2, പൂൾ 3 ഇൻവെസ്റ്റർ പൂൾ, ട്രേഡർ പൂൾ, ലീഡർഷിപ്പ് പൂളും ഫ്യൂൽ പൂളിന്റെ ക്ലോസിംഗ് 5:30 ആണ് മോർണിംഗ്. അത് കാൽക്കുലേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 12 മണിക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. സോ വളരെ ഭംഗിയായിട്ട് സിസ്റ്റം മൂവ് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ഇപ്പം നോക്കുകയാണെങ്കിൽ കറന്റ്ലി ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ 6 പേര് ക്വാളിഫൈ ആയിട്ടുണ്ട്. ആൻഡ് ഒരു ഷെയർ $22 ആണ്. ലീഡർഷിപ്പ് പൂൾ ഇതുവരെ ആരും ക്വാളിഫൈ ആയിട്ടില്ല. അപ്പൊ ആരെങ്കിലും ക്വാളിഫൈ ആവുകയാണെങ്കിൽ അവിടെ ഒരു $133 ഒരു ഷെയർ കിട്ടും. ട്രേഡർ പൂളിൽ മിനിമം ഗ്യാരണ്ടി $15 ആണ്. അതേപോലെ ലീഡർഷിപ്പ് പൂളിലും മിനിമം ഗ്യാരണ്ടി $30 ആണ്. ആൻഡ് റീഫ്യൂൽ പൂളിലും മിനിമം ഗ്യാരണ്ടി $10 ആണ്. പക്ഷെ ഓൺ ആൻ ആവറേജ് ആയി നോക്കുമ്പം ട്രേഡർ പൂളിൽ ഓൾമോസ്റ്റ് അറൌണ്ട് $17 to $20 വരെ വേരിയേഷൻ വരുന്നുണ്ട്. അതേപോലെ ലീഡേഴ്സ് പൂളിലും ഒരു $30 to $48 വേരിയേഷൻസ് കിട്ടുന്നുണ്ട്. സോ എല്ലാവരും ഇതിൽ ഈക്വൽ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വിഷൻ 7 lakhs എന്റർപ്രൈസ് നമുക്ക് ഈസി ആയിട്ട് സെൽ ഔട്ട് ചെയ്യാൻ പറ്റും. സെൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോവ എക്സ് ആൻഡ് ടെത്തറോഷിന്റെ ക്യൂ ഒക്കെ 1 by 1 ആയിട്ട് ക്ലിയർ ആവും. സോ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.